പുറത്ത് കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്തു. ഇതിന് തുടങ്ങുമ്പോൾ നമ്മൾ മറ്റൊന്നും ശ്രദ്ധിക്കില്ല. ഇപ്പം എന്താ അവസ്ഥ എന്നറിയില്ല. നിങ്ങൾക്കറിയാം. പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കുക. ഞാൻ പ്രാർത്ഥിച്ചാണ് ഇത് തുടങ്ങുന്നത്. ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ടാരോ ദേവിയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. 8 പെൻഡക്കിളാണ് ആദ്യം വന്നിരിക്കുന്നത്. കുറച്ച് തിരക്കുള്ള ആളാണ്. ജോലിയിൽ 5 കപ്പാണ്. കൂടുതൽ വിരഹം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കുക. ക്യൂൻ ഓഫ് പെൻഡക്കിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഹെരഫൻ്റാണ്. ഇത്തിരി അഹങ്കാരമുണ്ട്, ഇല്ലെന്ന് പറയില്ല. 3 സോഡ്സാണ്. മൂന്നാമത്തെ വ്യക്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നൈറ്റ് കപ്പ് വന്നു. ഇനി അത് ഇല്ല, അതാർക്കും വിഷമം വേണ്ട, നല്ല സ്നേഹമാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾ വന്നു. വാണ്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിളും ക്യൂൻ ഓഫ് വാണ്ടും വന്നു. ഏസ് ഓഫ് കപ്പ് വന്നു. നൈറ്റ് കപ്പ് വീണ്ടും വന്നു. അപ്പോൾ ഒരാൾ മാത്രമല്ല ഫോളോ ചെയ്യുന്ന, മറ്റേയാളും ഉണ്ട്. എംപ്രസ് വന്നു. കുറച്ച് ബോൾഡായ ലേഡിയാണ്. ലവ് കാർഡ് വന്നു. ഇതാ നൈറ്റ് കപ്പ് 2 കാണിച്ചു തരികയാണ്. പറഞ്ഞതുകൊണ്ട് മാത്രം മനസ്സിലാവണമെന്നില്ലല്ലോ. 2 തരം കാർഡിലും നൈറ്റ് കപ്പ് വന്നു കേട്ടോ. പൂയം, അനിഴം, ഉത്രട്ടാതി, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മകയിരം, തിരുവാതിര, പുണർദം. അപ്പോൾ സോഡിയാക് സൈനുകളുടെ ചില 3 നാളുകൾ വീതമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. 6 3 തവണ വന്നിട്ടുണ്ട്. 5 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം, അല്ലെങ്കിൽ ഫോൺ നമ്പർ ആവാം അല്ലേ. ഫോണിൽ കൂടെ അല്ലേ പ്രണയിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കുക, നിങ്ങളുടെ പങ്കാളിക്കോ നിങ്ങൾക്കോ. അപ്പോൾ നിങ്ങൾക്കുള്ളതായിരിക്കാം ഈ റീഡിങ്. 8നെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഒന്ന് ഡൗൺ ആയിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്ന ഭാഗ്യത്തിൻ്റെ നമ്പർ കൂടിയായ 8 അല്ലേ. ക്രോണിസ് ഭാഗ്യം തരുന്ന നമ്പറാണ് 8. ഇനി വന്നിരിക്കുന്നത് 6 അല്ലേ. 6 വീനസിൻ്റെ നമ്പറാണ്. 6 എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ നമ്പറാണ്. നല്ല പ്രണയമാണ്. എന്നാൽ 6ന് ചില കുറവുകളുണ്ട്. 8നും ഉണ്ട്. 8 എന്ന് പറഞ്ഞാൽ ചില ശാപം കിട്ടിയ ജന്മങ്ങളാണ്. അടുക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും അടുക്കാനാവാത്ത ഒരു പ്രണയമായിരിക്കും. എന്തെങ്കിലുമൊക്കെ അവിടെ വന്ന് നിങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കും. ഇനി 6നും ചില കുഴപ്പങ്ങളുണ്ട്, നെഗറ്റീവ് സ്വഭാവങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് കുറവുണ്ടെന്ന് അവർക്ക് തോന്നുക, അല്ലെങ്കിൽ അവർക്ക് കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേരുന്നത് ഒരു കുറവായി കണക്കാക്കുന്ന മറ്റൊരാളുണ്ടാവുക, വീട്ടുകാർ. ഈ ബന്ധം നമുക്ക് പറ്റിയതല്ല എന്നാണ് ഒറ്റ വാക്കിൽ പറയാല്ലേ. ജാതിയോ മതമോ സാമ്പത്തികമോ വയസ്സോ അവിടെ പലതും വരാലോ. ഓരോന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എന്തോ ഒരു കുറവ് നിങ്ങളിൽ ആരോപിക്കപ്പെടുമ്പോഴാണ് ഈ 6 കൂടുതൽ വരുന്നത്. അപ്പോൾ 6ന്ന് 3 തവണ വന്നിട്ടുണ്ട് അല്ലേ. വീനസിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞു. പ്രണയമൊക്കെ നല്ല പ്രണയമാണ്. ടെലിപ്പതി മെസ്സേജുകൾ കൈമാറുന്നവരാണെന്നാണ് അവിടെ പറയുന്നത്. വൈബുകൾ കൈമാറുന്നുണ്ട്. ഒരാൾ സങ്കടപ്പെട്ട മറ്റേയാൾക്ക് അറിയും. ഒരാൾ മറ്റേയാളെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് നിങ്ങളുടെ മനസ്സറിഞ്ഞാവില്ല. ഇത് നിങ്ങളുടെ ആത്മാക്കൾ തമ്മിൽ വിട്ടു നിൽക്കാനാവാതെ തേടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ 2 നൈറ്റ് കപ്പ് വന്നതുകൊണ്ട് പറയാനുള്ളത്. അപ്പം പ്രണയം സത്യസന്ധമാണ്. ഇനി ബാക്കിയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് പറയുന്നു, കുറച്ച് ജോലി തിരക്കുണ്ട്. പല സമയത്തും അവരെ നിങ്ങൾക്ക് ഫോണിൽ കിട്ടില്ല. നിങ്ങൾ അയച്ച മെസ്സേജ് ഒന്നും നോക്കില്ല, അതിന് മറുപടി ഒന്നും തരില്ല. അതോടുകൂടി നിങ്ങൾ ഡൗൺ ആയില്ലേ. അവരെപ്പോഴും നിങ്ങളുടെ വിളിപ്പുറത്ത് വേണം. അതില്ലെങ്കിൽ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഡിപ്രഷൻ തന്നെയാണ്. പിന്നെ അവനവൻ്റെ കാര്യങ്ങളെല്ലാം മറക്കും, ചുറ്റുമുള്ളതെല്ലാം മറക്കും എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയാണ്. അവരെ ഒന്ന് വിളിച്ചിട്ട് ഒരു നേരം അവർ സംസാരിക്കാതിരുന്നാൽ നിങ്ങൾ അനുഭവിക്കുന്നത് ഇതാണ്. എന്നാൽ അവർ ജോലി തിരക്ക് കൊണ്ടാണ് എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഇതായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്കിടയിലെ ശാപം. അമിതമായി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന പങ്കാളിയായിരിക്കും ജോലിയിൽ. അപ്പോൾ അവർക്ക് അവരുടെ ടെൻഷൻ മാറ്റി വെച്ചിട്ട് നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഇനി സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഓട്ടപ്പാച്ചിലാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങളോടുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ പാടുപെടണമെന്നാണ് 8
പെൻഡക്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ശാപമുണ്ടെന്ന്. നിങ്ങൾ പ്രണയിക്കുന്നുണ്ട്, സോളുകൾ തമ്മിൽ കണക്റ്റാണ്, ജന്മങ്ങൾക്ക് മുന്നേ ഇണകളായവരാണ്, ഒരാൾ ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയാണ്, പറയാതെ തന്നെ ഫീലിങ്സ് അറിയുന്നുണ്ട്. അവർ സങ്കടപ്പെട്ട ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ മനസ്സ് സങ്കടം അനുഭവിക്കും, സ്വപ്നം കാണും. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാക്കൾ തമ്മിൽ ഒന്നായവർ, മനസ്സുകൾ തമ്മിൽ ഒന്നായവർ ചില സമയത്തെങ്കിലും വല്ലാതെ വേദന അനുഭവിക്കുന്നു എന്നറിയുന്നത്. അപ്പം ഈ സമയത്ത് എന്താ ഉണ്ടാവുക? അവർ വിളിക്കുമ്പോൾ ഒക്കെ ബിസിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് തേർഡ് പാർട്ടി ഉണ്ടെന്ന് തന്നെയാണ്. ഇവിടെ 3 സോഡ്സ് വന്നിട്ടുണ്ടല്ലോ, ആരോപണമാണ് അവിടെ പറയുന്നത്. മീനം രാശിയിലെ വീനസ് നിന്ന് കഴിഞ്ഞാൽ അസൂയയാണ് അവിടെ ഉണ്ടാവുന്നത്. സ്നേഹമുണ്ട്, അതിനേക്കാൾ കൂടുതൽ അസൂയയാണ്. വീനസിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഭയങ്കര അസൂയക്കാരിയായിരിക്കും, ആരോപിക്കാൻ മിടുക്കിയായിരിക്കും, ബോൾഡായിരിക്കും. അപ്പം അത് നിങ്ങളായിരിക്കണം. നിസ്സാര കാര്യത്തിന് അവരെ കുറ്റപ്പെടുത്താനും അസൂയപ്പെടാനും അവർക്ക് മറ്റൊരാളുണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് വേദനിക്കാനും മിടുക്കിയാണ് നിങ്ങളെ എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സ്ത്രീകളാണ് ഇരിക്കുന്നതെങ്കിൽ അതിനാണ് ഞാൻ മീനൻ രാശിയിലത്തെ വീനസിനെ എടുത്തിട്ട്. ഇതേ മീനൻ രാശിയിൽ അങ്കാരകൻ വന്നാലോ? ആ വ്യക്തി പുരുഷനാണെന്ന് വിചാരിക്കുക. അങ്കാരകൻ എന്ന് പറഞ്ഞാൽ മസ്കുലിൻ എനർജിയാണ് കാണിക്കുന്നത്. ഇതേ മീനൻ രാശിയിൽ അങ്കാരകൻ വരുമ്പോൾ അവർ ദുർബലനാണ് എന്ന് പറയുന്നത്. അങ്കാരകൻ എന്ന് പറഞ്ഞാൽ തന്നെ അഹങ്കാരിയാണ്, അംഗങ്ങളെ എരിക്കുന്നവരാണ്, നിങ്ങൾക്ക് വേദന തരുന്ന ആളാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. മീനം രാശിയോടുകൂടി ചേരുമ്പോൾ അങ്കാരകൻ പോലും പ്രണയത്തിൻ്റെ ആളായി മാറുമെന്ന് പറയുന്നത്. ഇവിടെ പ്രണയമാണ് അവർക്ക്. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. അവർ വാത്സല്യം കൊണ്ടാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. വാത്സല്യമാണ് കൂടുതൽ, സ്നേഹത്തിനേക്കാൾ കൂടുതൽ. അപ്പോൾ അതും കൂടി ചേരുമ്പോൾ ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കുന്ന ആളല്ല. അതാണ് ഞാൻ പറഞ്ഞ ഈ 2 മെൻറ്റാലിറ്റിയെക്കുറിച്ച്. വീനസ് എന്ന് പറഞ്ഞ സ്ത്രീയാണല്ലേ, അത് നിങ്ങളായിരിക്കും. അങ്കാരകൻ എന്ന് പറഞ്ഞ പുരുഷനാണ്. അപ്പോൾ ഒരേ രാശിയിൽ തന്നെ 2 ഭാവത്തിൽ നിൽക്കുന്ന 2 ആൾക്കാരെയാണ് ഞാൻ കാണിക്കുന്നത്. നൈറ്റ് കപ്പ് 2 ഭാഗത്താണ് വന്നിരിക്കുന്നത് അല്ലേ. ഒരാൾ ചിന്തിക്കുന്നത് അസൂയയോടുകൂടി മറ്റൊരാളുണ്ട് അവരുടെ ജീവിതത്തിൽ എന്നാണെങ്കിൽ മറ്റേയാൾ ചിന്തിക്കുന്നത് വാത്സല്യത്തോടു കൂടിയാണ് എന്നാണ്. അപ്പം നിങ്ങൾ ആവശ്യമില്ലാതെ അവർ നിങ്ങളെ വഞ്ചിക്കുന്നു എന്ന് ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് പാപമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നറിയാം. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എല്ലാ റീഡിങ് പോലെ ആവും അല്ലേ. ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന ആൾ നല്ലവനെന്നും ഇന്ന ആൾ ദോഷം എന്നും നമ്മൾ പറയാൻ കാരണം. അപ്പം നിങ്ങൾക്ക് അസൂയുണ്ട്, സംശയമുണ്ട്, തെറ്റിദ്ധരിക്കുന്നുണ്ട്, നിങ്ങൾ സ്വയം പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളൊരു തീച്ചൂളയിൽ വീണ് കിടക്കുന്നതിൻ്റെ കാരണം അവരെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടും സംശയിക്കുന്നത് കൊണ്ടും ആണെന്ന് മനസ്സിലായില്ലേ. എന്നാൽ അവരങ്ങനെയല്ല നിങ്ങളെ കാണുന്നത്. ജോലി തിരക്കുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, 2 ജാതിയോ മതമോ ആയിരിക്കുക, വീട്ടുകാരെതിർക്കുന്നുണ്ട്. ഈ എല്ലാ ടെൻഷൻ്റെ ഇടയിൽ നിങ്ങളെ വാത്സല്യത്തോടുകൂടി പ്രണയത്തോടുകൂടിയാണ് ഇന്ന് അവർ കാണുന്നത്. അപ്പോൾ ഇവിടെ ആരാണോ നിൽക്കുന്നത് അതുപോലെയാണ് ഞാൻ റീഡിങ് ചെയ്യാറ് എന്ന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് പറയുന്നു അവർ ഒരുപാട് തിരക്കിലാണ്, എങ്കിലും നിങ്ങൾ ചില ശാപങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത്. ഒരു പക്ഷേ കുടുംബം ഉണ്ടാവും. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ പങ്കാളിയാക്കാൻ പറ്റില്ല. എങ്കിലും അവരുടെ മനസ്സാണ് ഞാൻ കാണിച്ചതെന്ന്. ഒരാൾക്ക് ഒരാളെ വിട്ടുപോകാനോ അകലാനോ കഴിയില്ല, മനസ്സുകൊണ്ട് സ്നേഹിക്കാനേ കഴിയൂ. അപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണോ അതുപോലെ എടുക്കുക. കുടുംബമുള്ളവരാണോ, അതോ സിംഗിളാണോ, അതോ ദമ്പതികൾ തന്നെയാണോ, ആരാണ് ഇങ്ങനെ പങ്കാളിയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് സ്വയം പരിതപിച്ച് അസൂയയോടുകൂടി അവരെ നോക്കിക്കാണുന്ന നിങ്ങളായിരിക്കണം. ഇവിടെ ഫെമിനിൻ എനർജിയാണ് അസൂയുള്ളത്. മസ്കുലിൻ എനർജി സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റം ഉള്ള ആളാണ്. മനസ്സുകൊണ്ട് അത്രയ്ക്ക് വാത്സല്യമാണ് കൂടുതലും ഇവിടെ വന്നിരിക്കുന്നത്, സ്നേഹത്തിനേക്കാൾ കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, നിങ്ങളെ മറ്റാരെങ്കിലും വല്ലതും വഴക്ക് പറയുകയെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാനസിക വിഷമം ഉണ്ടാവുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ വല്ലാതെ വേദനിക്കുമെന്നാണ് ഈ വാത്സല്യം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ചില സമയത്തൊക്കെ വേദനിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി അവരൊന്നും തരുന്നില്ല, സ്നേഹം പോലും തരുന്നില്ല, മറ്റൊന്നും അവർക്ക് തരാനില്ല, സമ്പത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായത്തിന് ആ സമയത്ത് എത്താൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല, ഒരുപാട് ചട്ടക്കൂടുകൾ ഉണ്ടാവും. എങ്കിലും സ്നേഹം മാത്രമാണ് കൈമാറാൻ പറ്റുക, അതുപോലും നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇരട്ട മുഖമുണ്ട്, അത് നിങ്ങൾക്കാവാം അവർക്കാവാം. നിങ്ങളോട് പെരുമാറുന്നതാവില്ല അവരനുഭവിക്കുന്നുണ്ടാവുക. ഒരു പക്ഷേ നിങ്ങളോടെല്ലാം ഓപ്പണായി പറഞ്ഞാൽ നിങ്ങൾ അവരെ വെറുത്ത് മാറി നിന്നാലോ എന്ന് വിചാരിച്ച് അവരുടെ പ്രശ്നങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല.
അതാണ് ഇരട്ടമുഖം എന്ന് പറയുന്നതും പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നതും. അപ്പോൾ അവർ ഓപ്പണായി സംസാരിക്കാത്തത് കൊണ്ടും നിങ്ങൾ വിളിക്കുമ്പോൾ ഒക്കെ അവരെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടും അവർ തെറ്റുകാരനാണെന്ന് നിങ്ങളങ്ങ് ചിന്തിക്കുന്നത് കൊണ്ടും ഇവിടെ പറയുന്നു അവർ നിങ്ങളുടെ കാര്യത്തിൽ, മറ്റുള്ള കാര്യത്തിൽ ഒന്നും ഓക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ 100% നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നാണ് ഇവിടെ കാണുന്നതാണ് ഞാൻ പറയുന്നത്. ഇത് കാണുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള എനർജിയാണ് പറയുന്നത്. RI എന്ന് പറഞ്ഞ ഒരുപാട് കുറവുകളുണ്ട്. ആ കുറവുകളാണ് അവർക്ക് നിങ്ങളെ എപ്പോഴും പരിഗണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു കുറവാണ്. പ്രണയത്തിൽ മറ്റൊന്നും നമ്മൾ കൈമാറുന്നില്ല. സ്നേഹത്തോടു കൂടി ഒരു വാക്ക്, ഒന്ന് കാണുക, ഒന്ന് അടുത്തിരിക്കുക, അല്ലേ? ഭാവിയിൽ നമ്മൾ എന്താവണം, ഒരുപാട് ഭാവന ഉള്ള ആളാണ്. നൈറ്റ് കപ്പ് എന്ന് പറഞ്ഞ ഭാവനയുടെ ഒരു ലോകം തന്നെ, ഫാൻറ്റസി വേൾഡ് തന്നെ അവർ മനസ്സിൽ തീർത്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ചിലപ്പോൾ നടപ്പാവുന്ന കാര്യങ്ങളാവില്ല. വീട്ടുകാരൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ രണ്ടും രണ്ട് വഴിക്ക് പോണ്ടി വരും. അതാണ് ഇവിടെ ലവ് കാർഡ് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. 6ന്റെ കുറവുകളിൽ അത് പ്രധാനമായിട്ടും വരും. ഒന്നിച്ചു പോണ്ടവരായിരിക്കില്ല. ഇനി പറയുന്നു സോൾ കണക്ഷൻ ആണെന്ന്. അപ്പം സ്നേഹം നഷ്ടമാവുന്നില്ല, അതെല്ലാ കാലത്തും ഉണ്ടാവും. എന്നാൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഒരു വീട്ടിൽ തന്നെ കഴിയും, ഇതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ സാഹചര്യം പോലെയാണ് നിങ്ങൾക്ക് വന്നു ചേരൂ. ഇവിടെ ശാപമാണ് അനുഗ്രഹത്തിനേക്കാൾ കൂടുതൽ കാണുന്നത്. 8 ശാപത്തിനെ കുറിച്ചാണ് പറയുന്നത്, 6 കുറവുകളെ കുറിച്ചാണ് പറയുന്നത്. അശ്രദ്ധ കാരണം നഷ്ടമാവുമെന്നാണ് പറയുന്നത്. ഒരു ചെറിയ അശ്രദ്ധ മതി, നിങ്ങളുടെ ലൈഫിലെ പങ്കാളിയെ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അസൂയൊന്ന് കുറയ്ക്കൂ എന്ന് പറയുന്നത്. ഇനി മീനത്തിലെ അങ്കാരകൻ പറയുന്നു കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. നിങ്ങളെ വാത്സല്യമാണ്, സ്നേഹമാണ്, അങ്ങേയറ്റം ഇഷ്ടമാണ്, സോൾ കണക്ഷനാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമായിട്ടൊരു കാര്യം വീട്ടുകാർ പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ആളാണ്. നമുക്ക് പറ്റിയ ബന്ധമല്ല, നമ്മൾ 2 ജാതിയാണ്, 2 മതമാണ്, ഇങ്ങനെ പറഞ്ഞാൽ വീട്ടുകാർക്ക് വേണ്ടി മാറാൻ തയ്യാറുള്ള ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞ ശാപം കൂടി ഇവിടെ ഉണ്ടെന്ന്. ആ വ്യക്തിയെ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണ്. പക്ഷെ അതിന് നിങ്ങൾ കൂടി ഒന്ന് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കേണ്ടി വരും, അവിവാഹിതരാണെങ്കിൽ കേട്ടോ. ഇനി ഇവിടെ ടോറസ് വന്നിട്ടുണ്ട്, ഇരട്ട മുഖാണെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഇത് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന 3ാമത്തെ വ്യക്തിയും ആവാം. വീട്ടുകാർ തടസ്സമായിട്ടുണ്ട്, സാഹചര്യങ്ങളെല്ലാം തടസ്സമായിട്ടുണ്ട്, സാമ്പത്തികം, അങ്ങനെ പല തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അതും നിങ്ങൾക്കിടയിൽ ഇരട്ടമുഖം കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ കാണുന്നത് പ്രതീക്ഷിക്കുന്നത് അല്ലാത്തൊരു അനുഭവമായിരിക്കാം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ടാവുക. അതും നമുക്ക് ടോറസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലെയൊക്കെ എടുക്കുക. എനിക്കിവിടെ ഒരു വാക്ക് മാത്രമേ തരാൻ പറ്റൂ. നിങ്ങൾ ഒന്നാവുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ 2 പേരുടെയും മനസ്സുകൾ അകറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾ 2 കുടുംബമാവും, അല്ലെങ്കിൽ 2 വിവാഹം കഴിക്കും. അങ്ങനെ നിങ്ങൾ പോയാലും മരണം വരെ ഒരാൾക്കൊരാളെ മറക്കാൻ കഴിയില്ല എന്ന് മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റൂ. കാരണം അത്രയ്ക്കും ബന്ധിക്കപ്പെട്ടവരാണ്. ഒരു പക്ഷേ ഈ ജന്മം ഒന്നായില്ലെങ്കിൽ ഇനി ജന്മങ്ങൾ വേണ്ടി വരും. ഏത് ജന്മത്താൽ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ യോഗം, ആ സമയത്ത് നിങ്ങൾ ഒന്നാവും. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് തടസ്സമില്ല, അകലില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ഒന്നാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയല്ല നിങ്ങൾ കാത്തിരിക്കുന്നതെന്നറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധം ഏത് തരത്തിലാണ് എന്ന് ഞാൻ ചോദിക്കുന്നത്. 2 കുടുംബത്തിലിരിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ പ്രണയിക്കുന്നത് എങ്കിൽ അവരെയൊക്കെ അങ്ങ് കളഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുമെന്ന് നമ്മൾ പറയുന്നത് മണ്ടത്തരാണ്, അല്ലേ? ഇനി വീട്ടുകാർ അത്രയ്ക്കും ശക്തമായി എതിർക്കുന്ന ഒരു വിവാഹമാണെങ്കിൽ വീട്ടുകാരെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പങ്കാളി. അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അതാണ് മീനത്തിലെ അങ്കാരകൻ പറയുന്നത്. കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കും, പ്രണയത്തിന് പ്രാധാന്യം കൊടുക്കും. അവനവൻ വളരെ നല്ലവനാണെന്ന് പറയുന്നു ആ വ്യക്തി. അപ്പോൾ അങ്ങനെ നല്ലവനായൊരു വ്യക്തി ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ എൻ്റെ പങ്കാളി അങ്ങ് സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കില്ല. കാരണം ഇവിടെ ഡെവിൾ എനർജി അല്ല നിൽക്കുന്നത്, ജൂപ്പിറ്ററാണ് നിൽക്കുന്നത്. അപ്പോൾ ദേവനാണ് വന്നിരിക്കുന്നത്. ദേവൻ അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കില്ല. അപ്പോൾ ഡെവിൾ എനർജി വരുന്നതാണ് ചില സമയത്ത് നല്ലത്. മറ്റുള്ളവർ പറഞ്ഞോട്ടെ, എനിക്കെൻ്റെ കാര്യമാണ് വലുത് എന്ന് ചിന്തിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. അതുകൂടി പറയുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, സിംഗിൾസിനോടാണ് പറയുന്നത്, വീട്ടുകാർ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറാനും സാധ്യതയുണ്ട്. ഇനി വന്നിരിക്കുന്നു ക്യൂൻ ഓഫ് പെൻഡക്കിൾ. അത് പറയുന്നത് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന ഫെമിനിൻ എനർജിയെക്കുറിച്ചാണ്. നിങ്ങളും പല കാര്യങ്ങളും അവരോട് ഓപ്പണായിട്ട് പറയുന്നില്ല, എന്നാൽ നല്ല സ്നേഹമുള്ള ആളാണ്. അവരുടെ ഭാര്യയാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ഭാര്യയായിരിക്കാം നിങ്ങൾ, എന്നിട്ട് അവരെ പ്രണയിക്കുന്നതാവും. എങ്കിലും സോൾ കണക്ഷനാണ് അത് പറയുന്നുണ്ട്. ഹെരഫൻ്റ് പറയുന്നു 2 ജാതിയോ 2 മതമായിരിക്കുമെന്ന്.
കുറച്ച് തണ്ടുള്ള വീട്ടുകാരോ ഇരട്ട മുഖമുള്ള ആരോ നിങ്ങൾക്കിടയിലുണ്ട്. ആ വ്യക്തി നല്ലവനാണെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളും രണ്ടുപേർക്ക് വേണ്ടി നൈറ്റ് കപ്പ് വന്നതുകൊണ്ട് ഇനി എനിക്കൊന്നും പറയാനില്ല. ജൂപ്പിറ്റർ പറയുന്നു നിങ്ങളൊന്ന് സംയമനം പാലിക്കുന്നത്, നിങ്ങൾ അസൂയ കലർന്നവരെ നോക്കാതിരിക്കുക. മൂന്നാമത്തെ ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഏതു നേരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ത്രീ സോർട്സ് പറയുന്നത്. നിങ്ങൾക്ക് മുന്നിൽ അവരെപ്പോഴും വന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സമാധാനമാണ്. ഏതെങ്കിലും ഒരു നേരം കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആകെ ഡിപ്രഷൻ സ്റ്റേജിലാണ്. ഇവിടെ മൂണാണല്ലോ കൂടുതൽ വന്നിരിക്കുന്നത്. മൂണെന്ന് പറഞ്ഞാൽ ഉന്മാദം എന്ന് പറയുക. അപ്പോൾ വൈദ്യന്മാർ കുടിച്ചു കൊടുക്കുന്ന മരുന്ന് എന്താണെന്നറിയോ? മാനസമിത്ര ഘടകം, പണ്ട് ആയുർവേദം. ഇത് കൊടുക്കുന്നത് എന്തിനാണ്? കുറച്ച് മാനസികമായ ഡിപ്രഷൻ അനുഭവിക്കുന്നവർക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ. അപ്പം നിങ്ങളിങ്ങനെ ഉന്മാദത്തിലേക്ക് പോവാതിരിക്കുക കേട്ടോ. അപ്പം ഇവിടെ ആരാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തമാശ തോന്നാനും സാധ്യതയുണ്ട്. നമ്മളുടെ പുരാണ കഥാപാത്രങ്ങളിൽ ഭീമനാണ് വന്നിരിക്കുന്നത് ഈ കാർഡുകളിൽ. അപ്പോൾ ഭീമൻ വന്ന എന്താണ്? ഭീമൻ ആദ്യം കല്യാണം കഴിച്ചത് ഹിഡിംബിയാണ്, അന്യജാതിക്കാരിയാണ്. അമ്മ പറഞ്ഞു അവളെ അങ്ങ് ഉപേക്ഷിക്കുകയെന്ന്. നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റിയോളല്ല, അവൾ കാട്ടാളത്തിയാണ്, ദ്രാവിഡയാണ്, നമ്മൾ ആര്യന്മാരാണ് അല്ലേ. അപ്പം രണ്ട് സമുദായമാണ്, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ആളാണ്. അതോടുകൂടി കുഞ്ഞിനെയും അവളെ അങ്ങ് കളഞ്ഞ് ഭീമൻ അങ്ങ് മുന്നോട്ടേക്ക് പോവുകയാണ്. ഹൃദയവേദനയോടുകൂടിയിട്ടാണ് പോകുന്നത്. അപ്പം അതുപോലുള്ള സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. കുട്ടികളൊക്കെ ആയി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ഒരാളെ പിരിയേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ജാതി രണ്ടാണെന്ന് പറഞ്ഞ് വീട്ടുകാർ പറയണം അങ്ങ് കളഞ്ഞേക്ക്, ഇത് വേണ്ടാന്ന്. അപ്പം അതാണ് ഞാൻ പറഞ്ഞ ശാപം കെട്ടിയവരാണ് നിങ്ങളെ എന്ന്. അതുകൊണ്ടാണ് ഭീമനെ കൂടി ഇവിടെ പരിചയപ്പെടുത്താൻ കാരണം. ആഗ്രഹം മുഴുവൻ നടക്കുന്നവരല്ല, ഉപേക്ഷിക്കേണ്ടി വരും. ചെറിയ അശ്രദ്ധ കൊണ്ട് പിന്നീട് ഭീമൻ പശ്ചാത്തപിക്കുന്നുണ്ട്. ഞാനന്ന് അമ്മയുടെ വാക്ക് എതിർത്തതാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രിയതമയെ കിട്ടുമായിരുന്നു എന്ന് പശ്ചാത്തപിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ തീരുമാനം എടുക്കേണ്ട സമയത്ത് അതെടുക്കാഞ്ഞാൽ പറ്റുന്ന ചില ദോഷങ്ങൾ ഇവിടെ കാണിച്ചു തരുന്ന നമ്പറാണ് 6. ഇനി കുറച്ച് ശാപമുണ്ടെന്ന് 8 പറയുന്നുണ്ട്. ഇത് ഏതെങ്കിലും ചാനലിൽ നാളെ കേൾക്കാട്ടോ, കോപ്പിയടിയല്ലേ. അപ്പോൾ ഇനി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാണ്ടാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കരങ്ങിയിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു വ്യക്തി ഉണ്ടെന്നാണ് നിങ്ങളുടെ സംശയം. എന്നാൽ അവർ തിരക്കുകൊണ്ടാണ്, മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ 2 ജാതിയോ 2 മതമോ ആയിരിക്കാം, അവിവാഹിതരായിരിക്കാം, വിവാഹിതരായിരിക്കാം, 2 കുടുംബത്തിലായിരിക്കാം. എന്തായാലും പ്രണയം സത്യസന്ധമാണ്. ഒരാളുടെ വൈബ് തിരിച്ചറിയുന്നുണ്ട്. ടെലിപ്പതി മെസ്സേജുകൾ കൈമാറുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ തരുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, റൊമാൻറ്റിക്കാണ് അവർ. എന്നാൽ അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ല. പല സാഹചര്യങ്ങളാണ്. എന്നാൽ നിങ്ങൾ അവർ വിചാരിക്കുന്നത് അസൂയയോടുകൂടിയാണ്. അതാണ് ഇന്ന് എടുത്തു പറയാനുള്ളത്. ക്യൂൻ ഓഫ് വാണ്ട് പറയുന്നു യാന്ത്രികമായി പോവുകയാണ് നിങ്ങളുടെ പ്രണയം. അതിലെ ആ വർണ്ണങ്ങളൊക്കെ മാറിപ്പോയില്ലേ. അവർക്ക് എപ്പോഴും സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് പല തടസ്സങ്ങളുണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു യാന്ത്രികതയാണ് ഇവിടെ ക്യൂൻ ഓഫ് വാണ്ട് പറയുന്നത്. അഭിനിവേശം കൂടുതലാണ് എന്ന് വെച്ചാൽ അവരെ കാണാനും പ്രണയിക്കാനുള്ളത് കേട്ടോ, അല്ലാതെ വേറെ വാക്കൊന്നും എടുക്കണ്ട. ഇനി ബോൾഡാണ് നിങ്ങൾ എന്ന് 2 കാർഡ് 3 കാർഡാണ് പറയുന്നത്. ഭയങ്കര ബോൾഡാണ് നിങ്ങൾ. ഇവിടെ ഫെമിനിൻ ബോൾഡായതായിട്ടാണ് കാണുന്നത്. ദുർബലയായൊരു ലേഡിയല്ല ഇവിടെ വന്നിരിക്കുന്നത്. അവരോടൊപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റിയ ആൾ തന്നെയാണ്. അവരുടെ എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി നിങ്ങളുടെ മനസ്സിനുണ്ട്. പക്ഷേ നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ അവരെ സംശയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കുറ്റമായിട്ട് പറയുന്നത്. അതാണ് നിങ്ങളുടെ കുറവ് എന്നാണ് 6 എന്ന നമ്പർ പറയുന്നത്. അസൂയ പാടില്ല, മറ്റൊരാളെ സ്വീകരിക്കൂ എന്നുള്ളതാണ് നിങ്ങളുടെ തോന്നൽ. സംശയം, ഇവിടെ അസൂയ എന്ന് പറയുന്ന സംശയത്തിനെ തന്നെയാണ്. ഇനി പറയുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാര്യയാവാനും കുട്ടികളുടെ അമ്മയാവാനൊക്കെ യോഗം ഉണ്ടെന്ന്. അല്ലെങ്കിൽ നിങ്ങളൊരു ഭാര്യയായിരിക്കുക, കുട്ടികളുടെ അമ്മയായിരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുട്ടികളുടെ അമ്മയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അവർ കുട്ടികളുടെ അച്ഛനാണെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വാത്സല്യമാണ് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പ്രണയമാണെങ്കിൽ ചില സമയത്തെങ്കിലും അവർക്ക് കുറ്റബോധം ഉണ്ടാവുന്നുണ്ട്. കുടുംബമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളെയല്ലേ വഞ്ചിക്കുന്നത് എന്ന് തോന്നലുണ്ടാവുന്നുണ്ട്. അങ്ങനെ തോന്നുമ്പോഴും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് മാറിപ്പോവാൻ ശ്രമിക്കും. പ്രണയമൊക്കെ സത്യമാണ്, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എന്നാൽ കുടുംബത്തിനെ ഓർത്ത് മാറിപ്പോകുന്ന ചില ആളുകളെയും കാണുന്നുണ്ട്. നൈറ്റ് കപ്പ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, വൈബുകൾ അറിയുന്നുണ്ട്, ഒരുപാട് ഭാവനകളുണ്ട്. ഫാൻറ്റസി വേൾഡ് തന്നെയാണ് പറയുന്നത്.
അതൊക്കെ ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. ഇത് സിംഗിൾ ആണെങ്കിൽ നടപ്പിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജൂപ്പിറ്റർ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അനുഗ്രഹിക്കും എന്ന് നമുക്ക് കണക്കാക്കാം. ഡെവിൾ വന്നിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വാർത്ഥമായി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാലേ നിങ്ങൾ ഒന്നാവൂ. ഇവിടെ ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം സഫലമാവുമെന്ന് ഏസ് ഓഫ് കപ്പ് പറയുന്നുണ്ട്. കാരണം ഇവിടെ അമ്മ, ഭാര്യ, കുട്ടികളുടെ അമ്മ എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് 3 കാർഡാണ് വന്നിരിക്കുന്നത്. ഫെമിനിൻ എനർജിയിൽ മുഴുവൻ വിവാഹിതരെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദമ്പതികൾ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാതെ ഭാര്യ ചിന്തിക്കുന്നതാണോ? ഭർത്താവിൻ്റെ അവസ്ഥ അതാണ്, അയാളുടെ മനസ്സും ഇതാണ്. ഇനി അവിവാഹിതരാണെങ്കിൽ ഭാര്യയാവണമെന്ന് ആഗ്രഹിച്ച് ഇപ്പുറത്തിരുന്ന് കാത്തിരിക്കുന്നതാണോ? അപ്പോഴും അവരുടെ മനസ്സ് ഞാൻ പറഞ്ഞു അല്ലേ. ഇനി 2 കുടുംബത്തിലിരുന്നാണോ നിങ്ങൾ പ്രണയിക്കുന്നത്? അപ്പോൾ ഭാര്യമാരാണ് 3 കാർഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെയൊക്കെ ഈ റീഡിങ് എടുക്കുക. ലവ് കാർഡ് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ചില ആൾക്കാരുണ്ട്, തേർഡ് പാർട്ടി ഉള്ള ചില ആൾക്കാരുണ്ട്. ഇത് നെഗറ്റീവായിട്ടാണ് പറയുന്നത് കേട്ടോ. തേർഡ് പാർട്ടി ഉള്ള സങ്കടപ്പെടുന്ന ചില ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അത് നെഗറ്റീവ് മെസ്സേജുകളാണ് ഇവിടെ കാണുന്നത്. നെഗറ്റീവും പോസിറ്റീവും പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ബന്ധം, അതുപോലെയൊക്കെ എടുക്കുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. കാര്യങ്ങളൊക്കെ മനസ്സിലായോ? അല്ല, മീനം രാശി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവായുണ്ടോ? ഭീമൻ, ഇവിടെ അർജുനൻ വന്നു കേട്ടോ, സുഭദ്ര, അവർ വിവാഹം ചെയ്ത ആൾക്കാരാണ്. ഭീമൻ്റെ പോലെ ത്യാഗം ചെയ്തില്ല. മെമ്മറീസ്, കണ്ണൻ്റെ രാധ അങ്ങനെ ഓർമ്മകളുമായിട്ട് ഇരിക്കുകയാണ്. ഇനി ടിൻ ഫ്ലെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ആരൊക്കെ അടർത്തി മാറ്റിയാലും വേർപെടാത്ത 2 ആൾക്കാർ, ശിവനും പാർവതിയും. അവരെ അകറ്റാൻ മാത്രം ലോകത്തെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളുടെ പ്രണയം ഇതിലേതാണ്? ഓർമ്മയായി മാറുന്ന രാധയാണോ, അതോ വീട്ടുകാരെതിർത്ത് കല്യാണം കഴിക്കേണ്ടി വരുന്ന സുഭദ്രയാണോ, അതുമല്ലെങ്കിൽ ഒരിക്കലും ആർക്കും വേർപെടുത്താൻ കഴിയാത്ത ശിവപാർവതിമാരാണോ? നിങ്ങളുടെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പം അതുപോലെയൊക്കെ എടുക്കുക. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇതിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്നത് ഗർഭാശയ, അണ്ഡാശയ, സ്തന ഫൈബ്രോയിഡുകൾ തന്നെയാണ്. പ്രഗ്നൻസി പീരീഡ് പറയുന്നുണ്ട്. ഇനി അമിത മദ്യപാനം, കരൾ രോഗം, ഉന്മാദം, ഞാൻ പറഞ്ഞില്ലേ അതുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഉന്മാദം അല്ലേ. ഭ്രാന്തമായ പ്രണയം അല്ലെങ്കിൽ പ്രണയം ഭ്രാന്തായതാണ് നൈറ്റ് കപ്പ് കാണിച്ചിരുന്നത്. അപ്പം ചെറിയ തോതിൽ ഭ്രാന്തുള്ളവരാണ് എല്ലാവരും. ഓരോ ഭ്രാന്തായിരിക്കുന്നു മാത്രം. ചിലർക്ക് ജോലിയിലാവും, ചിലർക്ക് പ്രണയത്തിലാവും, ചിലർക്ക് കുടുംബത്തിനോടാവും, ചിലർക്ക് പണത്തിനോടാവും. എന്തായാലും ഭ്രാന്താണത്. അമിതമാവുമ്പോൾ അത് ഭ്രാന്തായി മാറുകയാണ്. ഇനി ആന്തരാവയവങ്ങളിലെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അനീമിക് ആണെന്ന് പറഞ്ഞു. മഞ്ഞപ്പിത്തം പറയുന്നുണ്ട്, പനി പറയുന്നുണ്ട് കേട്ടോ. ജലജന്യ രോഗങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കരിയറിലേക്ക് പോവാം. ഇവിടെ നൈറ്റ് ഷിഫ്റ്റിലെ ജോലികളെല്ലാം പറയുന്നുണ്ട്. ബ്യൂട്ടി രംഗം, മോഡലിംഗ് പറയുന്നുണ്ട്, മെഡിക്കൽ രംഗം പറയുന്നുണ്ട്. ഇനി പുതിയ എന്ത് ജോലിയും പറയുന്നുണ്ട് കേട്ടോ. പോലീസ്, പട്ടാളം പറയുന്നുണ്ട്, അധ്യാപകർ പറയുന്നുണ്ട്, സർക്കാർ ജോലികളെല്ലാം പറയുന്നുണ്ട്. പോരെ, മൊത്തത്തിൽ വന്നു അല്ലേ. ഇനി നമുക്ക് പൊതുവായ കാര്യങ്ങൾ നോക്കാം. മാനസികമായി കുറച്ച് വിഷമിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. മറ്റൊരാൾ മൂലം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പങ്കാളിയിൽ നിന്ന് നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് കയ്യിൽ കുറച്ച് പണം വന്ന് ചേരുമെന്ന് പറയുന്നുണ്ട്. ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട്. ജോലിയിൽ മാറ്റം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഭൂമി, വീട്, വാഹനം ഇതൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ആഗ്രഹ സാഫല്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. സൗജന്യമല്ല, അത് വിചാരിച്ച് പലരും സമീപിക്കുന്നുണ്ട്. ഫീ ഉണ്ട്. അത് ചെറിയൊരു തുകയാണ് ഞാൻ വാങ്ങുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. മാലാഖയുടെ മെസ്സേജ്. സോൾമേറ്റ് ആണ്. അത് തന്നെയാണല്ലോ ഞാൻ ഇത്ര നേരവും പറഞ്ഞിരുന്നല്ലേ. അപ്പം എൽ എന്ന അക്ഷരം റിപ്പീറ്റായി വന്നു കേട്ടോ. റിലീജിയൻ ഫാക്റ്റ്, അതാണ് നമ്മുടെ കർദിനാൾ പറഞ്ഞത്. ഡിസെപ്ഷൻ നടക്കുന്നുണ്ട് ചില ആളുകൾക്ക്, എന്നാൽ അങ്ങനെ സംശയിക്കുന്നവരുമുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി അതാണ്. സ്നേഹം കൂടുതലാണ് ഇവിടെ. ഭ്രാന്തമായ പ്രണയം, മറഞ്ഞിരിക്കുന്ന പ്രണയം കേട്ടോ.
രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയില്ല. ഒരാൾ വിചാരിക്കുന്നതല്ല മറ്റേ ആൾ വിചാരിക്കുന്നത്. ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്നേഹിക്കൂ കേട്ടോ. അപ്പം ഇന്നത്തെ റീഡിങ്ങിൽ പ്രധാനമായും വന്നിട്ടുള്ള എനർജികൾ, അവരെ നിങ്ങൾ ആവശ്യമില്ലാതെ സംശയിക്കുന്നതാണ്. അവർ നിങ്ങളെ സ്നേഹം മാത്രമല്ല വാത്സല്യമുള്ള ആളാണ്. നിങ്ങളോടൊപ്പം ജീവിതകാലം മുഴുവൻ കഴിയാൻ ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ ആ ആഗ്രഹം നടക്കുമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? ഒന്നാവേണ്ടവരാണോ, ഒന്നാവാൻ കഴിയാത്തവരാണോ, മോഹിക്കാൻ മാത്രം യോഗമുള്ളവരാണോ? എന്തായാലും സ്നേഹം സത്യമുള്ളതാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. തേർഡ് പാർട്ടി ഉള്ളവരുണ്ട്. അപ്പം ചില ആളുകൾ നൈസായിട്ട് വഞ്ചിക്കുന്നുണ്ട്. ദമ്പതികളിൽ ഒരാൾ മെമ്മറീസ്, അല്ലെങ്കിൽ കല്യാണം കഴിയാത്തവരാണെങ്കിലും മറ്റൊരാളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്, പ്രണയത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി ലവ് യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൽ എന്ന അക്ഷരം, എം എന്ന അക്ഷരം, ഇതൊക്കെയാണ്. ഐ ആം സോറി വന്നിട്ടുണ്ട്. മാരേജ്, അപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രണയിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇന്നലെ വൈകിട്ടിട്ട ടൈപ്പ് ചെയ്ത വീഡിയോ, അത് നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ ആ അക്ഷരങ്ങൾ താഴത്തേക്ക് പോയി, നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അത് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കിയത് നമുക്ക് ആ അക്ഷരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും അത് എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം അതങ്ങനെ സംഭവിച്ചു പോയി. എന്നാലും 1-2 വാചകം നിങ്ങൾക്ക് വായിക്കാം. എന്നിട്ട് ഞാനത് തന്നു. അതോടുകൂടി എന്തൊക്കെയാണ് വന്ന് പറയേണ്ടതെന്ന് പോലും നിശ്ചയമില്ല. ഒരാൾ പറയുന്നുണ്ട് നിർത്തിപ്പൊക്കൂടെന്ന്. അപ്പം ഞാൻ ഇവരുടെ ധാർമ്മിക രോഷം കണ്ടിട്ട് ഉള്ളാലെ പരിഹസിക്കുക ചെയ്തത്. എൻ്റെ ചാനലിൽ എന്തിടണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക അല്ലേ? നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളല്ലേ മാറിപ്പോണ്ടേ? എന്നോട് നിർത്തിപ്പോവാനാണോ പറയുന്നത്? ഇത്തരം വിഡ്ഢിത്തരങ്ങൾ എല്ലാവരുടെ അടുത്തും പറയുന്നത് പോലെ എൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് ഇടാതിരിക്കുക. ഇത് കേൾക്കുന്നുണ്ടാവും അവർ ഇന്നും. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കൂ. എൻ്റെ ചാനലിൽ ഞാൻ എന്താ ഇടേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. 1.5 കൊല്ലമായി ഞാൻ ഈ ചാനലിൽ രാവിലെ നിങ്ങൾക്ക് വേണ്ടി റീഡ് ചെയ്ത് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അത് അന്നത്തെ ദിവസത്തെ ഫലങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അത് കേൾക്കാൻ താല്പര്യമില്ലാതെ കണ്ടാൽ മനസ്സിലാവാത്ത മെസ്സേജ് വായിച്ചിട്ട് ഡിപ്രഷൻ അടിക്കുക, തോന്നിയതൊക്കെ വിളിച്ച് പറയുക. എന്താ അതിൻ്റെ ആവശ്യം? നിങ്ങളുടെ കാര്യം ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് അത് വായിച്ച് പുളകം കൊള്ളണം അല്ലേ? ഞാൻ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് ഈ വീഡിയോയ്ക്കാണ്. അതിന് തരാതെ മറ്റേ വീഡിയോ പോയി കണ്ടിട്ട് അതിന് കുറവുകളുണ്ടെന്നും പറഞ്ഞ് കമൻ്റ് ഇടാതിരിക്കുക. അത് റിപ്പീറ്റായിട്ട് തന്നെ ഇടുന്നതാണ്. ഇന്നലെ എഴുതിയതൊന്നുമല്ല, കഴിഞ്ഞ കൊല്ലം എഴുതിയുണ്ടാക്കിയ വീഡിയോ ആണ് ഞാനത് ഇട്ടത്. പക്ഷേ ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ സംസാരിക്കാറുണ്ട്. ദിവസം രാവിലെ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല അവർക്ക് വലുത്. എന്നോ എഴുതിയുണ്ടാക്കിയ വീഡിയോ റിപ്പീറ്റായിട്ട് ഇടുന്നത് പോയി കണ്ടിട്ട് കമൻ്റ് ഇടാൻ നിൽക്കുന്നു ഞാൻ പറയാറുണ്ട്. അപ്പം ഞാനത് തരികയാണ്. കാണാത്തവർ കണ്ടോട്ടെ, ടൈംലെസ് ആയതുകൊണ്ട് വായിച്ചോട്ടെ എന്ന് പറഞ്ഞ് തരുമ്പോൾ എൻ്റെ സൗജന്യമാണത്. അതിൽ വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടാതിരിക്കുക. എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നത് പോലെ മാറ്റം വരുത്താൻ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതുപോലെ ഞാൻ പോവുള്ളൂ. മനസ്സിലാക്കുക കേട്ടോ. എൻ്റെ ചാനലല്ലേ, എൻ്റെ തീരുമാനമല്ലേ. നിർത്തിപ്പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൻ്റെ ഉമ്മർത്ത് പോയല്ല ഞാനത് ചെയ്യുന്നത് എന്നുള്ള കോമൺ സെൻസ് ഉണ്ടാവുക. അപ്പോൾ അവനവൻ്റെ കുഴി അവനവൻ തോണ്ടാതിരിക്കുക. ഇതാണ് ഇന്നലെ കമൻ്റ് ഇട്ട ആളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ, കാത്തിരിപ്പ് സത്യമാണെങ്കിൽ ആ സ്നേഹം സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പോസിറ്റീവായിരിക്കും കേട്ടോ.